നോക്കാം വിശദമായ വാർത്തകൾ. വേനൽ നേരത്തെ എത്തിയതോടെ കുടിവെള്ളക്ഷാമം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കേരള ജനത. വാട്ടർ അതോറിറ്റിയുടെ ഏറെ ആശ്രയിക്കുന്ന തലസ്ഥാന നഗരവും കുടിവെള്ളക്ഷാമം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ്. ഡാമുകളിൽ അടിഞ്ഞിരിക്കുന്ന എക്കൽ മാറ്റിയില്ലെങ്കിൽ ദൂരവ്യാപകമായി വലിയ ഭവിഷ്യത്തായിരിക്കും നേരിടേണ്ടി വരിക. തലസ്ഥാന നഗരത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് പേപ്പാറ ഡാമിൽ നിന്നാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 120 ദിവസത്തേക്കുള്ള വെള്ളം പേപ്പാറയിലുണ്ട്. 105.40 മീറ്ററാണ് പേപ്പാറയിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. ജൂൺ അവസാനം വരെ ഇതിൽ നിന്ന് വെള്ളം നൽകാനാകുമെന്നാണ് ഏകദേശ കണക്ക്. വേനൽ മഴ ലഭിച്ചാൽ സ്ഥിതി മെച്ചപ്പെടും. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വേനൽ കടുത്താൽ ജലനിരപ്പിൽ വലിയ കുറവുണ്ടാകും. അരുവിക്കരയിലെ 4 പ്ലാന്റുകളിൽ നിന്നാണ് തലസ്ഥാനത്തേക്ക് വെള്ളം ശുദ്ധീകരിച്ച് എത്തിക്കുന്നത്. ഇതിനായി പ്രതിദിനം ശരാശരി 340 മില്യൺ ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഷട്ടറിനോട് ചേർന്നല്ലെങ്കിലും ചില ഡാമുകളിൽ സംഭരണ മേഖലയുടെ വശങ്ങളിൽ ചെളി നീക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് പര്യാപ്തമല്ല. നേരത്തെ തുടർച്ചയായി ഉണ്ടായിരുന്ന പൈപ്പ് പൊട്ടൽ ഒഴിവായത് ഇപ്പോൾ ആശ്വാസമാണ്. നഗരത്തിൽ 90% ആളുകൾ പേരിനെങ്കിലും ജലം പാഴാക്കിയാൽ 10% വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ഡാമുകളിലെ ജലനിരപ്പ് താഴുന്നത് വേനൽ കൊണ്ട് മാത്രമല്ല, സംഭരണശേഷിയിലുണ്ടായ കുറവും മറ്റൊരു കാരണമാണ്. മിക്കവാറും ഡാമുകളുടെ 1/3 എക്കൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സർക്കാരിന്റെ കാലത്ത് എക്കൽ മാറ്റാൻ ചില നടപടികൾ ഉണ്ടായെങ്കിലും പിന്നീട് നിലച്ചു. സി വിനോദിനൊപ്പം ബി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി കുളമാവ് കരിപ്പിലങ്ങാടി കിടപ്പുരോഗിയായ ഭർത്താവിന്റെ കഴുത്തു മുറിച്ച ശേഷം ഭാര്യ ആത്മഹത്യ ചെയ്തു. കരിപ്പിലങ്ങാട് സ്വദേശി മിനിയാണ് ആത്മഹത്യ ചെയ്തത്. ഗുരുതരമായി പരുക്കേറ്റ ഭർത്താവ് സുകുമാരൻ ചികിത്സയിലാണ്. വീട്ടിലെ സഹായി എത്തിയപ്പോൾ മിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും സുകുമാരനെ കഴുത്തിറത്ത നിലയിലും കാണപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ കുളമാവ് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി സുകുമാരനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായ സുകുമാരൻ നാളുകളായി കിടപ്പിലായിരുന്നു. സുകുമാരനും മിനിയും ഒറ്റയ്ക്കായിരുന്നു കരിപ്പിലങ്ങാട് വീട്ടിൽ താമസം. മൂന്നാർ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം പരാജയപ്പെട്ടു. കൂറുമാറിയ CPM അംഗം വി ബാലചന്ദ്രന്റെ പേരിൽ സെക്രട്ടറിക്ക് രാജിക്കത്ത് ലഭിച്ചതാണ് കോൺഗ്രസ് നീക്കത്തിന് തിരിച്ചടിയായത്. അവിശ്വാസ പ്രമേയ ചർച്ചകൾ നടക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചതായുള്ള ബാലചന്ദ്രന്റെ കത്ത് തപാൽ മുഖേന സെക്രട്ടറിക്ക് ലഭിക്കുകയായിരുന്നു. ഇതോടെ അവിശ്വാസ പ്രമേയ ചർച്ചകളിൽ നിന്ന് റിട്ടേണിംഗ് ഓഫീസർ ബാലചന്ദ്രനെ ഒഴിവാക്കി. കൂറിമാറിയെത്തിയ ബാലചന്ദ്രന്റെ കൂടി പിന്തുണയാകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാറിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. അതേസമയം താൻ അങ്ങനെയൊരു രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് വി ബാലചന്ദ്രൻ പറഞ്ഞു. വ്യാജ കത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച സത്യാവസ്ഥ ജനങ്ങളിലെത്തിക്കുമെന്നും വി ബാലചന്ദ്രൻ പ്രതികരിച്ചു. ആലുവ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്കു നേരെ ലൈംഗികാതിക്രമം. മാറമ്പള്ളി സ്വദേശിയായ 19-കാരിയെയാണ് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവ് കടന്നുപിടിച്ചത്. പിടികൂടാൻ ശ്രമിച്ച നാട്ടുകാർക്കു നേരെ ഇയാൾ കല്ലെറിഞ്ഞു. ട്രെയിനിൽ കയറാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയ ഇയാളെ റെയിൽവേ പോലീസ് കീഴടക്കി. കാടിറങ്ങുന്ന വന്യത. ഇടുക്കിയിൽ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. ശാന്തൻപാറ ചുണ്ടൽ സ്വദേശിയായ അറുമുഖൻ, മാരിമുത്തു എന്നിവരുടെ വീടുകളാണ് അരിക്കൊമ്പൻ തകർത്തത്. പുലർച്ചെ 1 മണിയോടെയാണ് മാരിമുത്തുവിന്റെയും അറുമുഖന്റെയും വീടുകൾക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായത്. 2 വീടുകളും ഭാഗികമായി തകർന്നു. ആനയെത്തിയപ്പോൾ വീടുകളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. രാത്രി 1:30 മണിക്ക് വന്ന് ഇത് വീടൊക്കെ ഇടിച്ചു പോയിട്ട് രാവിലെ വിളിച്ച് പറഞ്ഞാണ് എൻ്റെ അടുത്ത്. ഞാൻ പണിയല്ല താമസിക്കുന്നത്, ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ നാട്ടിൽ പോയി, ഇതുവരെയ്ക്ക് വന്നില്ല, ചേട്ടൻ ഏற்கனவே അറ്റാക്ക് പേച്ചണ്ട, എന്തെങ്കിലും ഈ വീട് ഒന്ന് ശരിയായി കൊടുക്കാനായിട്ട്. രാവിലെ 6 വരെ അരിക്കൊമ്പൻ മേഖലയിൽ തുടർന്നു. പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചുമാണ് നാട്ടുകാർ ആനയെ തുരത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 301 കോളനി, ആനയിറങ്കൽ, ചിന്നക്കനാൽ മേഖലകളിൽ കാട്ടാന നാശം വിതച്ചിരുന്നു. അപകടകാരിയായ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞ ദിവസം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരുന്നു. ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മയക്കുവെടി വെച്ച് പിടികൂടി
കൂട്ടിൽ അയക്കുകയോ ഉൾക്കാട്ടിൽ തുറന്നുവിടുകയോ GSM കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുകയോ ചെയ്യാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ്. അതിനിടെ മൂന്നാറിൽ ജനവാസ മേഖലയിൽ പടയപ്പ എന്ന കാട്ടാനയും ഇറങ്ങി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി നയമക്കാട് എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ വീണ്ടും പടയപ്പ ഇറങ്ങി. തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതിനിടെയാണ് പടയപ്പ എന്ന് വിളിപ്പേരുള്ള കാട്ടാന ലയങ്ങൾക്ക് സമീപമെത്തിയത്. 1 മണിക്കൂറോളം നിലയുറപ്പിച്ച ആനയെ ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാർ കാടുകയറ്റിയത്. മൂന്നാർ ടൗണിലും സമീപ പ്രദേശങ്ങളിലും നിലയുറപ്പിച്ച കാട്ടാനയെ കഴിഞ്ഞ ദിവസം വനപാലകർ കാട്ടിലേക്ക് കയറ്റിവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും നാട്ടിലിറങ്ങിയത്. പാലക്കാട് തേനീച്ചയുടെ കുത്തേറ്റ് മരണം. കരിമ്പയിലാണ് തേനീച്ചയുടെ കുത്തേറ്റ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചത്. കരിമ്പ ഇടക്കുറുശ്ശേരി തമ്പുരാൻ ചോലയിൽ PK രാജപ്പനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30 മരുതംകാട് തേനമല എസ്റ്റേറ്റിലായിരുന്നു സംഭവം. കാഴ്ചയുടെ വസന്തമൊരുക്കി തമിഴ്നാട്ടിലെ മുന്തിരിത്തോപ്പുകൾ. വിളവെടുപ്പ് കഴിയാറായെങ്കിലും സഞ്ചാരികളുടെ നല്ല തിരക്കാണ്. അവധി ദിവസങ്ങളിൽ 100 കണക്കിന് സഞ്ചാരികളാണ് അതിർത്തി കടന്ന് കാഴ്ചകൾ കാണുവാനായി കമ്പം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുന്നത്. വിളവെടുപ്പ് സീസൺ കഴിയാറായെങ്കിലും തമിഴ്നാട്ടിലെ തേനിയിൽ മുന്തിരിത്തോപ്പുകളിൽ സഞ്ചാരികളുടെ തിരക്കാണ്. കമ്പം, പെരിയകുളം, ചുരുളിപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സഞ്ചാരികളുടെ മനസ്സുമയക്കുന്ന മുന്തിരിപ്പാടങ്ങൾ ഉള്ളത്. പുറത്ത് കനത്ത ചൂടാണെങ്കിലും കൃത്യമായ നനയും തണുപ്പുമുള്ളതിനാൽ മുന്തിരിത്തോട്ടങ്ങളിൽ എപ്പോഴും തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും. കേരളത്തിൽ നിന്നുൾപ്പെടെ 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസേന മുന്തിരിത്തോപ്പുകൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കാണാനായി എത്തുന്നത്. മുന്തിരിയുടെ വിളവെടുപ്പ് സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് മുന്തിരിയൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നത്. എന്നാലും കുറേശ്ശെയൊക്കെ ഉണ്ട്. എന്തായാലും ജനങ്ങൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ റൂട്ട് പോണവരെന്തായാലും മുന്തിരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ നിർത്താണ്ട് പോകില്ല എന്നാണ് ആ പ്രതീക്ഷയോടുകൂടി നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളും അങ്ങനെ നിർത്തിയവരാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പുറത്താണെങ്കിൽ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത്. ഭയങ്കര വണ്ടി തിരക്കാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ പ്രതീക്ഷിച്ച് വന്നവരാണ് എല്ലാം ഒന്നാണ്. ആവശ്യക്കാർക്ക് തോട്ടത്തിൽ നിന്ന് മുന്തിരി പറിച്ചു നൽകുന്നുണ്ട്. മുന്തിരിത്തൈകളും തോട്ടങ്ങളിൽ വിൽക്കുന്നുണ്ട്. വിളവെടുപ്പ് സീസൺ കഴിയാറായതിനാൽ സഞ്ചാരികൾക്ക് കാണുന്നതിനായി മുന്തിരി വിളവെടുക്കാതെ നിർത്തിയിട്ടുമുണ്ട് തോട്ടം ഉടമകൾ. കൂടാതെ തമിഴ്നാട്ടിലെ വൈഗൈ അണക്കെട്ട്, മേഘമല, വീരപാണ്ടി, ശനീശ്വരൻ കോവിൽ എന്നിവിടങ്ങളിലേക്കും ധാരാളം സഞ്ചാരികളാണ് അവധി ദിവസങ്ങളിൽ എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊടുപുഴയിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ പണിമുടക്ക്. പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ CITU ആണ് പണിമുടക്ക് നടത്തുന്നത്. റണ്ണിംഗ് സമയത്തിലെ അപാകതകൾ പരിഹരിക്കുക, KSRTC ബസ്സുകൾ സമയകൃത്യത പാലിക്കുക, 140 കിലോമീറ്ററിൽ കൂടുതലുള്ള സ്വകാര്യ ബസ്സുകളുടെ റൂട്ടുകൾ റദ്ദ് ചെയ്യാനുള്ള തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക്. ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി പറപ്പുറപ്പാട് നടന്നു. മേളത്തിന്റെ അകമ്പടിയിലായിരുന്നു പറപ്പുറപ്പെട്ടത്. ദേശ കമ്മിറ്റി ഭാരവാഹികൾക്കും ഉപദേശക സമിതി ഭാരവാഹികൾക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും മുൻപിൽ കൽപ്പന നടത്തിയ ശേഷം മേളത്തിന്റെ അകമ്പടിയിൽ മൂലസ്ഥാനമായ അകമല മുല്ലയ്ക്കൽ ആൽത്തറയിലെത്തി. കേളത്ത് തറവാട്ടുകാരുടെ ആദ്യ പറ കൈകൊണ്ടതോടെ പറപ്പുറപ്പാടിന്റെ ചടങ്ങുകൾ പൂർത്തിയായി. പറപ്പുറപ്പാടിനു മുൻപ് ക്ഷേത്രത്തിൽ നാദസ്വരം, തായമ്പക എന്നിവയും നടന്നു. 3 ദേശങ്ങളും ഉൾപ്പെട്ട പൂരം ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വെടിക്കെട്ടും നടന്നു. ഏലം വിലയിൽ ഉണർവുണ്ടായെങ്കിലും
ഇതിന്റെ ഗുണം കർഷകർക്ക് കിട്ടുന്നില്ലെന്നാണ് പരാതി. വിളവെടുപ്പ് കഴിഞ്ഞതിനാൽ കർഷകരുടെ പക്കൽ ഉൽപ്പന്നമില്ലാത്തതാണ് തിരിച്ചടിയായത്. വിളവെടുപ്പ് സമയത്ത് 1 കിലോ ഏലത്തിന് വില 500 രൂപ. എന്നാൽ വിളവെടുപ്പ് കഴിഞ്ഞ് കർഷകർ ഉൽപ്പന്നം മുഴുവൻ വിറ്റു തീർന്നപ്പോൾ ശരാശരി വില 2500. ഏതാനും വർഷങ്ങളായി ഏലത്തിന് 1000-ൽ താഴെയാണ് വില. അതിനാൽ പണിക്കൂലിയും മറ്റും കൊടുക്കാൻ കർഷകർ കിട്ടിയ വിലയ്ക്ക് ഏലം വിറ്റഴിച്ചു. ഇപ്പോൾ കച്ചവടക്കാരുടെയും വൻകിട തോട്ടം ഉടമകളുടെയും പക്കൽ മാത്രമാണ് ഏലക്കായ ഉള്ളത്. കർഷകരിൽ നിന്ന് 500 രൂപയ്ക്ക് വാങ്ങിയ ഏലയ്ക്ക കച്ചവടക്കാർ ഇപ്പോൾ ലേലത്തിൽ വിൽക്കുന്നത് 3000 രൂപയ്ക്കാണ്. ഇത് സർക്കാർ ഇതിൻ്റെ അകത്ത് തിരിഞ്ഞു നോക്കുക, ഒരു നിയന്ത്രണം കൊണ്ടുവരിക. കേരള ഗവൺമെന്റ് ആകട്ടെ കേന്ദ്ര സർക്കാർ ആകട്ടെ ഇതൊന്നും ചെയ്യുന്നില്ല. ഏലക്ക വില ഉയരുമ്പോഴും ഇതിന്റെ ഗുണം ലഭിക്കാത്ത കർഷകർ കൃഷി സംരക്ഷിക്കാൻ കടം വാങ്ങി പണം ചിലവഴിക്കേണ്ട അവസ്ഥയാണ്. വിളവെടുപ്പ് സീസണിന് ശേഷം വില ഉയർത്തുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കുറ്റ്യാടി തളീക്കരയിൽ 20 കന്നുകാലികളെ മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസമാണ് 8 ലക്ഷത്തോളം വില വരുന്ന കന്നുകാലികളെ കാണാതായത്. കുറ്റ്യാടിക്കടുത്ത് തളീക്കരയിലെ കാഞ്ഞിരോളിയിൽ നിന്നാണ് കച്ചവടത്തിനായി കൊണ്ടുവന്ന് പറമ്പിൽ കെട്ടിയിട്ടവയെ കാണാതായത്. തൊട്ടിൽപ്പാലം പോലീസ് അന്വേഷണം നടത്തുകയാണ്. തിരുവനന്തപുരത്ത് മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. 28 ഗ്രാം MDMA-യുമായാണ് തിരുവല്ലം സ്വദേശി അനൂപ് പിടിയിലായത്. ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ഷാഡോ പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് കരുമലയിൽ വാഹനാപകടം. പിഞ്ചു കുഞ്ഞടക്കം 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് അപകടം നടന്നത്. അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. കൈക്ക് പരുക്കേറ്റ പുനൂർ സ്വദേശിയായ യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. കുംഭഭരണിക്കൊരുങ്ങി ഓണാട്ടുകര. കുത്തിയോട്ടപ്പാട്ടിന്റെ ശീലുകളിൽ നിറഞ്ഞാണ് ഇപ്പോൾ ഓണാട്ടുകരയുടെ ദിനരാത്രങ്ങൾ. ദേശമാകെ കുത്തിയോട്ട കുമ്മികളുടെ താളലയങ്ങളാണ്. വാദ്യതാളലയങ്ങളാൽ മുഖരിതമാണ് ഓണാട്ടുകര. കുത്തിയോട്ടക്കുമ്മികളാൽ നാട് നിറഞ്ഞ വേള. കുമ്മികളിൽ ചുവടുകൾ അഭ്യസിച്ച കുട്ടികൾ നിറഞ്ഞു കളിക്കുന്ന സന്ധ്യകൾ. ഭക്തിനിർഭരമായ വഴിപാട് വീടുകൾ. നാടൊന്നാകെ എത്തും ഈ ഈരടികൾ കേൾക്കാൻ, ചുവടുകൾ ആസ്വദിക്കാൻ. പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപങ്ങളിൽ വിളക്ക് തെളിയിച്ചാണ് ചുവട് തുടങ്ങുക. ഓണാട്ടുകരയിലെ പ്രശസ്ത കുത്തിയോട്ട കലാകാരന്മാർ തയ്യാറാക്കിയ ദേവീസ്തുതി നിറയുന്ന കുത്തിയോട്ടപ്പാട്ടുകൾ. വ്യാഴം വരെ നാടിന്റെ അല്ലങ്ങൾ ഈ ആചാരത്തോട് ചേർന്ന്. ന്യൂസ് 18 ഓണാട്ടുകര. വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതിനാൽ പീരുമേട്ടിൽ പട്ടയ വിതരണ നടപടികൾക്ക് തടസ്സം നേരിടുന്നതായി പരാതി. പീരുമേട് താലൂക്കിൽ 9 പഞ്ചായത്തുകളിൽ നിന്നുള്ള 2000-ലധികം അപേക്ഷകളാണ് പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. പട്ടയ നടപടികൾക്കായുള്ള പീരുമേട്ടിലെ ഓഫീസിൽ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും നടക്കുന്നില്ല. ജീവനക്കാരുടെ കുറവാണ് പട്ടയ നടപടികൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പട്ടയ നടപടിക്കായി അപേക്ഷകൾ പരിശോധിക്കാനും ഫീൽഡ് പരിശോധനകൾ നടത്താനും ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരില്ല. 2016-ലാണ് പീരുമേട്ടിൽ ഭൂപതിവ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഒരു LA തഹസിൽദാരും വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടേഷനായി നിയമനം ലഭിച്ച 10 ക്ലർക്കുമാരും ഇവിടെയുണ്ടായിരുന്നു. 6 വർഷത്തിനിടെ പലരും മറ്റിടങ്ങളിലേക്ക് മാറിപ്പോയി. നിലവിലുള്ളത് ഒരു ക്ലർക്ക് മാത്രമാണ്. ഭൂമി പതിവ് തഹസിൽദാരുടെ സേവനവും ഇപ്പോൾ ഇവിടെയില്ല.
ഇവിടുത്തെ സാധാരണ ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നതിന് വേണ്ടി പീരുമേട്ടിൽ പാവപ്പെട്ട ജനങ്ങളുടെ പട്ടയ കാര്യങ്ങൾ ഏറ്റവും നന്നായി നടത്തുന്നതിന് വേണ്ടി ഈ ഭൂപതിവ് എല്ലാ പട്ടയ ഓഫീസിലേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവുണ്ടാകണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. 2021 ഭൂമി പതിവ് തഹസിൽദാരെ കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് LA തഹസിൽദാരെ നിയമിച്ചിട്ടില്ല. ലഭിക്കുന്ന അപേക്ഷകളിൽ മേൽ നടപടി പൂർത്തിയാക്കണമെങ്കിൽ ജീവനക്കാരുടെ കുറവ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പട്ടയങ്ങൾ ഇനിയും നൽകുമെന്ന് പറയുമ്പോഴും കുറ്റമറ്റ രീതിയിൽ പട്ടയ വിതരണം നടപ്പാക്കുന്നതിനുള്ള യാതൊരു പ്രവർത്തനങ്ങളും പീരുമേട്ടിലെ ഭൂപതിവ് ഓഫീസിൽ നടക്കുന്നില്ലെന്നാണ് പരാതി. അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കൂടെയുണ്ട് കരുതലോടെയൊപ്പം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി PMAY ലൈഫ് ഗുണഭോക്തൃ സംഗമവും അതിദരിദ്രരുടെ മൈക്രോ പ്ലാൻ ആദ്യഘട്ട വിതരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിത നിലവാരം നമുക്ക് അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അവർക്ക് ആവശ്യമാണെന്നുള്ള തേക്കുകളുടെ തലസ്ഥാനമായ നിലമ്പൂരിലെ ഒരു തേക്കുതടി ലേലം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. 114 വർഷം പഴക്കമുള്ള നിലമ്പൂർ തേക്കിന് ലേലത്തിൽ ലഭിച്ചത് 39.25 ലക്ഷം രൂപ. വനം വകുപ്പിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് വില നൽകി കയറ്റുമതി ഇനത്തിൽപ്പെട്ട ഈ തേക്കുമരത്തിന്റെ 3 ഭാഗങ്ങളും സ്വന്തമാക്കിയത് തിരുവനന്തപുരം വൃന്ദാവൻ ടിംബേഴ്സ് ഉടമ ഡോക്ടർ അജീഷ് കുമാറാണ്. 1909 നെടുങ്കയം ഡിപ്പോ പരിസരത്ത് ബ്രിട്ടീഷുകാർ വെച്ചുപിടിപ്പിച്ച പ്ലാന്റേഷനിൽ നിന്ന് ഉണങ്ങി വീണ തേക്കുമരത്തിന്റെ 3 കഷ്ണങ്ങളായിരുന്നു ലേലത്തിൽ വെച്ചത്. കഴിഞ്ഞ 10-ന് നെടുങ്കയം ഡിപ്പോയിൽ നടന്ന ലേലം ചരിത്രത്തിൽ ഇടം പിടിച്ചത് തേക്കിന്റെ വില കൊണ്ടാണ്. തേക്കിന്റെ 3 കഷ്ണങ്ങൾ കൂട്ടി 8 ഘനമീറ്ററോളം വരും. കയറ്റുമതി ഇനത്തിൽപ്പെട്ട 3 തേക്ക് കഷ്ണങ്ങളും ഈ ലേലത്തിലൂടെ സ്വന്തമാക്കിയത് തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ അജീഷ് കുമാറാണ്. ഒരു കഷ്ണത്തിൽ നിന്ന് മാത്രം 23 ലക്ഷം രൂപയാണ് സർക്കാരിന് 27% നികുതി ഉൾപ്പെടെ ലഭിച്ചത്. മറ്റ് 2 കഷ്ണങ്ങളിൽ ഒന്നിന് 5.2 ലക്ഷവും രണ്ടാമത്തെ കഷ്ണത്തിന് 11 ലക്ഷവും ലഭിച്ചു. ഉണങ്ങി വീണ ഒരു തേക്ക് സർക്കാർ ഖജനാവിലേക്ക് നൽകിയത് 39.25 ലക്ഷം രൂപ. ഉയർന്ന വില കിട്ടുമെന്ന് കണക്കാക്കിയിരുന്നെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അധികൃതർ തന്നെ പറയുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു മരത്തിന് അതിന് ഏറ്റവും നല്ല വില തന്നെ കിട്ടുകയുണ്ടായി. അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിലമ്പൂർ തേക്കിന് ഒരു നല്ല ഒരു പ്രൗഢി ആ ഒരു വിലയോടുകൂടി തന്നെ നമുക്ക് ലഭ്യമായി എന്നുള്ളതാണ് വലിയ കാര്യം. നെടുങ്കയം ഡിപ്പോയിലെത്തി അജീഷ് കുമാർ തേക്ക് തടികൾ ലോറിയിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. റെക്കോർഡ് വില ലഭിച്ച തേക്ക് തടി ലോറിയിൽ കയറ്റുന്നത് കാണാൻ തന്നെ നിരവധി പേരായിരുന്നു എത്തിയത്. ലോഡിംഗ് കൂലി മാത്രം 15,000 രൂപയായി. ലോറിക്കൂലി ഉൾപ്പെടെ അജീഷ് കുമാറിന് 40 ലക്ഷത്തിന് രൂപ ചെലവായിട്ടുണ്ട്. നെടുങ്കയം ഡിപ്പോയിൽ നടന്ന ലേലത്തിൽ ഈ തേക്ക് തടികൾ ഉൾപ്പെടെ 57 ഘനമീറ്റർ നിലമ്പൂർ തേക്കാണ് അജീഷ് വിളിച്ചെടുത്തത്. ഏറ്റവും ഉയർന്ന വിലയ്ക്ക് നിലമ്പൂർ തേക്ക് സ്വന്തമാക്കിയ ആളെന്ന നേട്ടവും ഡോക്ടർ അജീഷ് കുമാറിന്റെ പേരിലായി. 1909 നെടുങ്കയം ഡിപ്പോ പരിസരത്ത് ബ്രിട്ടീഷുകാർ വെച്ചുപിടിപ്പിച്ച പ്ലാന്റേഷൻ ഇന്ന് സംരക്ഷിത തോട്ടമാണ്. സംരക്ഷിത പ്ലാന്റേഷൻ ആയതിനാൽ ഉണങ്ങി വീഴുകയോ കടപുഴകി വീഴുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ചരിത്ര വിലകൾ ലഭിക്കാവുന്ന തേക്ക് തടികൾ ലേലത്തിൽ വയ്ക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. പഴയ മൂന്നാർ ഹൈഡൽ പാർക്കിൽ നിർമ്മിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കിന് റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചു. പുഴയുടെ 50 വാരയ്ക്കുള്ളിൽ നടക്കുന്ന നിർമ്മാണമായതിനാൽ അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക് നൽകിയ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. MM മണി മന്ത്രിയായിരിക്കെയാണ് അമ്യൂസ്മെന്റ് പാർക്ക് അടക്കമുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ടത്. കോൺഗ്രസ് നേതാവ് R. രാജാറാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.